ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പത്തെ 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് 2 വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഫ്രഞ്ച് വിപ്ലവമാണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് കാർത്തിക്, വേദലക്ഷ്മി, ഘനശ്യാം, അബൂറഹീം, രോഹിൻ കൃഷ്ണ, നാജിയ, ശ്രീഹരി, അതിൻ, ശിവദ, ഗൗതം, നാസ എൻ, സ്വാലിഹ്, അനുജ രാജ്, എയ്ബൽ ബിജോയ്, ആർപിത് എന്നിവരാണ്. ഇതുപോലെ ഈ വീഡിയോയുടെ അവസാനവും ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണെന്ന്. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ സാൻസ്ക്രിറ്റൈസ്ഡ് ബംഗാളിയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായി നിങ്ങൾക്ക് ബംഗാളി എന്ന ഭാഷ പറയാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് എന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം സിംഹമുദ്രയാണ്. സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി 26-ാം തീയതിയാണ്. ഇതുകൂടി ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. ഇതേപോലെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം 52 സെക്കൻഡാണ്. ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്നറിയപ്പെടുന്ന കലണ്ടർ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്നറിയപ്പെടുന്ന കലണ്ടർ ശകവർഷമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോയിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ റിവൈസ് ചെയ്യാൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? അതിൻ്റെ ഉത്തരം ചോദ്യത്തിൽ തന്നെയുണ്ട്. ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. എന്നാൽ ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 2008-ലാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആന അഥവാ എലിഫൻ്റ് ആണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആന. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? നമ്മുടെ നേരത്തെയുള്ള ചോദ്യം പോലെ തന്നെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട്. ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. എന്നാൽ ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്?
ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിനാണ്. 2009 ഗംഗ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. അപ്പോൾ മറക്കരുത്, ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഗംഗ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. 9ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഹിന്ദിയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. 10ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം. നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ എന്നത് മാംഗോ ആണ്. 11ാമത്തെ ചോദ്യവും എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? നാഷണൽ ട്രീ ഓഫ് ഇന്ത്യ ഏതാണ്? പേരാൽ അഥവാ ബനിയൻ ട്രീ ആണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. നാഷണൽ ട്രീ ഓഫ് ഇന്ത്യ ബനിയൻ ട്രീ ആണ്. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ എന്നത് ലോട്ടസ് ആണ്. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 13ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുത്ത വർഷം 1972 ആണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1972. 14ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ചത് 1972 പറഞ്ഞു. എന്നാൽ 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ഏത് മൃഗമാണ്? 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമാണ്. അതിനുശേഷമാണ് 1972 ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ചത്. 15ാമത്തെ ചോദ്യം: അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണ്? 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സത്യമേവ ജയതേ. അതായത് ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ എന്നാണ്. 16ാമത്തെ ചോദ്യം: നേരത്തെ പറഞ്ഞ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി എന്ന് പറയുന്ന ഒരു ലിപിയിലാണ് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദേവനാഗരി. 17ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26 വീഡിയോയിലെ 18ാമത്തെ ചോദ്യം: എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് രാജ്യം 2025 ആഘോഷിക്കുന്നത്? ഇത് നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ആഘോഷിക്കുന്നത്. 19ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൗലികാവകാശങ്ങൾ. 20ാമത്തെ ചോദ്യം ഇതാണ് ഈ വീഡിയോയിലെ അവസാന ചോദ്യം: ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ്? 1945 അങ്ങനെയൊരു പ്ലാൻ കൊണ്ടുവരുന്നത്. ആ പ്ലാനിൻ്റെ പേരാണ് വേവൽ പ്ലാൻ.
ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തേണ്ടതാണ്. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ബോണസ് ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമാക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും എളുപ്പമുള്ള ചോദ്യം തന്നിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.